നടിയെ ആക്രമിച്ച കേസിൽ CBI അന്വേഷണം എന്ന ആവശ്യം തള്ളിയിരിക്കുകയാണ്. നടിയെ ആക്രമിച്ച കേസിലെ മുഖ്യപ്രതികളിൽ ഒരാളായ ദിലീപിന്റെ ആവശ്യം തള്ളിയിരിക്കുകയാണ്. നടൻ ദിലീപിന് തിരിച്ചടി ലഭിച്ചിരിക്കുന്നു. CBI അന്വേഷണം എന്ന ആവശ്യം തള്ളിയിരിക്കുകയാണ്. CBI അന്വേഷണം ഇല്ല, കേന്ദ്ര ഏജൻസികളെ ഇതിനുവേണ്ടി ഉപയോഗിക്കണം, അന്വേഷണത്തിന് വേണ്ടി ഉപയോഗിക്കണം എന്നുള്ളതായിരുന്നു പ്രതി ആയിട്ടുള്ള ദിലീപിന്റെ ആവശ്യം. പക്ഷേ ആവശ്യം നിലവിൽ ഇപ്പോൾ തള്ളിയിരിക്കുകയാണ്. ഹൈക്കോടതിയിലാണ് ദിലീപ് ഈ ആവശ്യം ഉന്നയിക്കുകയും ചെയ്തത്. സംസ്ഥാന ഏജൻസികളുടെ, സംസ്ഥാന പോലീസിന്റെ അന്വേഷണത്തിൽ തൃപ്തിയില്ല. അതുകൊണ്ട് തന്നെ കേന്ദ്ര ഏജൻസി, ഉന്നത കേന്ദ്ര ഏജൻസി ആയിട്ടുള്ള CBI അന്വേഷിക്കണം എന്ന ആവശ്യമാണ് ഇതുമായി ബന്ധപ്പെട്ട് ദിലീപ് മുന്നോട്ട് വെച്ചിരുന്നത്. ഷബ്ന, ഒടുവിൽ ദിലീപിന് തിരിച്ചടി. ഒരു പെറ്റീഷനാണ്. കാരണം ഈ കേസിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ ദിലീപ് ഇതിൽ ഗൂഢാലോചനയുണ്ട്, അതുകൊണ്ട് CBI അന്വേഷണം വേണം എന്നൊരു ആവശ്യം ഉന്നയിച്ചിരുന്നു. എന്നാൽ ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് ഇത് നേരത്തെ തന്നെ ഈ ആവശ്യം നിരസിച്ചിരുന്നു. അതിനെതിരെ അപ്പീലാണ് സമർപ്പിച്ചിരുന്നത്. ആ അപ്പീലാണ് ഇപ്പോൾ കോടതി തള്ളിയിട്ടുള്ളത്. ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ഇതിന്റെ വിചാരണ നടപടികൾ പൂർത്തിയാക്കാനിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഹൈക്കോടതിയുടെ പരിഗണനയിൽ വീണ്ടും ഇത്തരം ഒരു വിഷയം വന്നത്. നേരത്തെ തന്നെ ദിലീപ് ഈ കേസിലെ 2018, അതായത് 2017 ഈ സംഭവം നടക്കുന്നത്. അതിനുശേഷം 2018 തന്നെ ഇതിൽ CBI അന്വേഷണം വേണം എന്ന ആവശ്യമായിരുന്നു ഉന്നയിച്ചിരുന്നത്. കാരണം ഇതിൽ വലിയ ഗൂഢാലോചനയുണ്ട്. പ്രതികളുടെ മൊഴികളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് പോലീസ് തന്നെ പ്രതി ചേർത്തത്. തനിക്കിതിൽ യാതൊരു പങ്കുമില്ല എന്ന വാദം ദിലീപ് ഉന്നയിച്ചിരുന്നു. അന്ന് ഇതിന്റെ ഗൂഢാലോചന പുറത്തു വരാൻ CBI അന്വേഷിക്കണം എന്ന ആവശ്യമായിരുന്നു ദിലീപ് കോടതിക്ക് മുമ്പാകെ ഉന്നയിച്ചത്. അതിനുശേഷം ഈ ഹർജി കോടതി തള്ളിയിരുന്നു. പിന്നീട് ഇപ്പോൾ ഉള്ളത് അപ്പീലാണ്. നമ്മൾ തിരുത്തി പറയേണ്ടതുണ്ട്. ഇത് ദിലീപിന്റെ അപ്പീലാണ് ഇപ്പോൾ തള്ളിയിട്ടുള്ളത്. ഡിവിഷൻ ബെഞ്ച് മുമ്പാകെയാണ് ഈ ഹർജി വന്നിട്ടുണ്ടായിരുന്നത്. ഡിവിഷൻ ബെഞ്ചാണ് ഇപ്പോൾ ഇത്തരം ഒരു ആവശ്യം തള്ളിയിരുന്നത്. ജസ്റ്റിസ് സുനിൽ തോമസ് ആയിരുന്നു സിംഗിൾ ബെഞ്ചിലുണ്ടായിരുന്നത്. അന്ന് അദ്ദേഹം ഈ ഹർജി തള്ളുകയും പിന്നീട് ദിലീപ് ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകുകയുമായിരുന്നു. ദീർഘനാളായിട്ട് കോടതിയുടെ പരിഗണനയിൽ ഈ വിഷയം ഉണ്ടായിരുന്നു. അതിനുശേഷം ഇന്നിപ്പോൾ ഏതായാലും ഈ ഹർജി തള്ളിയിട്ടുള്ളത്. ഷബ്ന, ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കേസിൽ വിധി പറയാൻ എത്തി നിൽക്കുകയാണ്. അതായത് വിചാരണ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അതിനിടയിലാണ് ദിലീപിന് ഈ വിധത്തിലുള്ള ഒരു തിരിച്ചടി ഉണ്ടാകുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ? ബിനിൽ, അത്തരത്തിൽ നമുക്കിതിനെ വിലയിരുത്താൻ സാധിക്കില്ല എന്ന് വേണം പറയാൻ. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ടല്ല ഇത്തരത്തിൽ ഞാൻ ഉദ്ദേശിച്ചത്. ഇതിൻ്റെ വിചാരണ നടപടികളോ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കൊന്നും തന്നെ ഇതിന് ബന്ധമില്ല. കാരണം മറ്റൊരു ഹർജിയാണ്. ഈ കേസിൽ CBI എൻക്വയറി വേണം എന്നൊരാവശ്യമായിരുന്നു ഉന്നയിച്ചിരുന്നത്. അത് ആദ്യഘട്ടത്തിൽ തന്നെ കോടതിയുടെ സിംഗിൾ ബെഞ്ച് തള്ളുകയും പിന്നെ ഡിവിഷൻ ബെഞ്ചിൽ അതിൽ അപ്പീൽ പരിഗണനയ്ക്ക് വരികയുമായിരുന്നു. ആ അപ്പീലാണ് ഇപ്പോൾ തള്ളിയിട്ടുള്ളത്. ഈ കേസിൻ്റെ ഒരു ഘട്ടത്തിലേക്ക് പോയാൽ ഇതിൻ്റെ വിചാരണ ഏകദേശം പൂർത്തിയാകാറായി. ഇനിയിപ്പോൾ ഈ 11-ാം തീയതി, അതായത് ഈ കോടതി മധ്യവേനൽ അവധിക്ക് അടയ്ക്കുന്ന 11-ാം തീയതിക്കകം ഇതിൻ്റെ വിചാരണയുമായി ബന്ധപ്പെട്ട വാദങ്ങൾ പൂർത്തിയാക്കണമെന്ന് വിചാരണ കോടതി തന്നെ വ്യക്തമാക്കിയ ഒരു സാഹചര്യമുണ്ട്. അതിനനുസരിച്ച് അഭിഭാഷകരും പ്രതിഭാഗവും പ്രോസിക്യൂഷനും അടക്കമുള്ളവർ അത്തരത്തിലുള്ള തിരക്കിട്ട നീക്കത്തിലാണ്. ഏതായാലും വാദം പൂർത്തിയാകാറായി എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 2 മാസത്തിനുള്ളിൽ ഈ കേസിൽ വിധി വരും. പിന്നീട് വാദം പൂർത്തിയാക്കിയാൽ പിന്നീട് നടപടിക്രമങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ പ്രതികൾ കുറ്റക്കാരാണോ എന്ന് കണ്ടെത്തുകയും അതിനുശേഷം ശിക്ഷ വിധിക്കുകയും മാത്രമായിരിക്കും പിന്നീട് ഉണ്ടാകുക. അതുകൊണ്ട് തന്നെ ഈ കേസിൽ ഉടൻ തന്നെ വിധി വരാനിരിക്കുകയാണ്. അതിന് മറ്റ് നിയമതടസ്സങ്ങളോ ഒന്നും അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു തിരിച്ചടിയോ അല്ല ഈ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള വിധി. പക്ഷേ ദിലീപിനെ സംബന്ധിച്ച് ദിലീപ് ഇതിൽ CBI എൻക്വയറി വേണം, താൻ നിരപരാധിയാണ്, ഇതിൽ വലിയ ഗൂഢാലോചന നടന്നു എന്നൊരാവശ്യമായിരുന്നു ഉന്നയിച്ചിരുന്നത്. പ്രത്യേകിച്ച് പ്രതികൾ നൽകിയ ക്രിമിനലുകളായ പ്രതികൾ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് തന്നെ പ്രതി ചേർത്തത് എന്നായിരുന്നു ദിലീപ് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് അതിൽ മറ്റൊരു തെളിവും ഈ പ്രതികൾ നൽകിയ മൊഴികളല്ലാതെ വേറെ ഒരു തെളിവും ഇതിൽ ഹാജരാക്കാൻ സാധിച്ചിരുന്നില്ല എന്നും ദിലീപ് കോടതിയെ അറിയിച്ചിരുന്നു.